നമുക്ക് സമൂഹത്തിൽ നോക്കുമ്പം ഓക്കെ ഒരു കൂടെ കീഴിൽ രണ്ടുപേരും ഒന്നിച്ച് സഞ്ചരിക്കുന്നു, ഒരു വീട്ടിൽ താമസിക്കുന്നു. പക്ഷെ അവിടെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഇത് കാണുന്നത് ആരാണ്? നമ്മുടെ കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുന്ന എന്താണ്, ഈ മാരേജ് എന്നുള്ള കൺസെപ്റ്റൊക്കെ വളരെ തെറ്റാണ്. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ജീവിക്കേണ്ട? സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. എൻ്റെ അമ്മ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്ന് സഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കുട്ടികൾ നമ്മളെടുത്ത് പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയും എനിക്ക് ജോലി വേണം, എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായതിനു ശേഷം വിവാഹത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം. അതുവഴി നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികൾ കാണാറില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രീവിയസ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ചിലപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട്, ട്രോമ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നും പേടിയുണ്ടാവും. പുരുഷന്മാരെല്ലാം പൊതുവെ ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ട്. പിന്നെ ആൺകുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം ഒരു മാരേജിന് പലപ്പോഴും വീട്ടുകാർ നിർബന്ധിക്കുന്ന സമയത്ത് അവർ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് ഉണ്ടാവത്തില്ല. കാര്യം ചില പേഴ്സണാലിറ്റീസിനെ എപ്പോഴും സ്വന്തമായിട്ട്, അത് ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അവർക്ക് സന്തോഷം. അവരുടെ തലേണ, അവരുടെ ബെഡ്, അവരുടെ ബാത്റൂം, ഇങ്ങനെ അതൊന്നും മറ്റൊരാൾ ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവരായിരിക്കില്ല. അപ്പം ഇതൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മൾ കുട്ടികളെ ഈ കല്യാണത്തിലേക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിർബന്ധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജാതകം നോക്കും, പക്ഷെ ഒരിക്കലും പേഴ്സണാലിറ്റീസ് തമ്മിൽ ചേർന്ന് പോകുന്നു എന്നുള്ളത് ആരും നോക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പിൻകാലത്ത് പല ഇഷ്യൂസ് ആയിട്ടൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഇപ്പം കാണുന്നത്. ഈ സിംഗിൾ ചൈൽഡായിട്ട് വളർന്നു വരുന്നത് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും സിംഗിൾ ചൈൽഡ് മാത്രമല്ല നമ്മൾ കാണുന്നത്. 3-4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ്. കാര്യം ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ഒരു കുട്ടി ഇമാജിൻ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഒരു കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പം ആ വീട്ടിൽ ആ കുട്ടിയുടെ എല്ലാ പേഴ്സണൽ ആവശ്യത്തിനും അച്ഛൻ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇവിടുത്തെ അച്ഛൻ ഇതിനൊന്നും പോകുന്നില്ല, ചിലപ്പോൾ മദ്യത്തിനൊക്കെ അടിമയായിരുന്നിരിക്കാം. അപ്പൊ അങ്ങനെ പലപ്പോഴും ഇവര് എന്താണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ സിംഗിൾ പാരന്റിലെ ഡിവോഴ്സ് ചെയ്യുന്ന പാരൻസ്, അപ്പോൾ അവിടെയും ഈ കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ അന്നത്തെ കേസിന്റെ പ്രശ്നങ്ങളും ഏറ്റവും വിഷമം ഉണ്ടാവുന്നത് കോടതി വരാന്തകളിൽ കുട്ടികൾ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്ന മാതാപിതാക്കൾ. മാം പറഞ്ഞ പോലെ ഈ അവർക്ക് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആക്ച്വലി നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അച്ഛനും അമ്മയും ഒരു കുഞ്ഞുമായിട്ട് വരും. ഈ പെൺകുട്ടിക്ക് ഒരു 24 വയസ്സാവും. അപ്പം അവരത് കല്യാണം കഴിഞ്ഞ് 1 വർഷം പോലും ആയിട്ടുണ്ടാവില്ല. ആവാതെ അവരെന്ത് ചെയ്യും, അത് ഡിവോഴ്സ് ഫയൽ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. കാര്യം എന്താണ്, അവർക്ക് സാധനങ്ങളൊന്നും, അതായത് ഈ കല്യാണം കഴിച്ച പുരുഷനുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ മാത്രമല്ല, ടവൽ ഷെയർ ചെയ്യാൻ, ചിലപ്പം ഒരുപാട് ഈ OCDയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളായിരിക്കാം. ടോയ്ലറ്റ് ഷെയർ ചെയ്യാൻ പറ്റില്ല, ടവൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആക്ച്വലി ആ ഒരു ബ്രീത്തിങ് ടൈമാണ് ആ 1 ഇയർ. അവർക്കൊരു ടൈം കൊടുക്കുന്നില്ലേ? അതായത് ഈ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമോ 1 മാസം കഴിഞ്ഞിട്ടോ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സമ്മതം അല്ലാത്തത് മാം പറഞ്ഞ പോലെ തന്നെ കോമ്പാറ്റബിലിറ്റീസിന്റെ പ്രശ്നം വരുമ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ബ്രീത്തിങ് ടൈമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ മാം, ഇപ്പം മാമിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു ജനറേഷൻ ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം മാം ഇത് 20 years ആയപ്പോൾ മാമിന്റെ മുന്നിൽ കഴിഞ്ഞൊരു ജനറേഷൻ ആൾക്കാരും ഡിവോഴ്സിന് വേണ്ടി വരാറുണ്ടാവാം, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാരും ഡിവോഴ്സിന് വേണ്ടി വരാറുണ്ടാകാം. എന്ത് ഡിഫറൻസാണ് മാമിന് അതിന് കാണാനായിട്ട് പറ്റിയത്? ആക്ച്വലി ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സെൽഫ് മെയ്ഡാണ്. അവര് ഒറ്റയ്ക്കാണ് വരുന്നത്. ആക്ച്വലി പഴയ ജനറേഷനിലെ ആൾക്കാർ ഡിവോഴ്സിന്, പെൺകുട്ടിക്ക് ഡിവോഴ്സിന് വരുമ്പം അച്ഛൻ, അമ്മ, കുഞ്ഞമ്മ, കൊച്ചിച്ചൻ, മാമൻ, മാമി, ഇത്രയും പേരുമായിട്ടായിരിക്കും എൻ്റെ ഓഫീസിൽ വരുന്നത്. ഇവരെല്ലാവരും വന്നിരുന്ന് പിന്നെ ഒരു കുട്ടിയെ എന്തോ ഒരു വിചിത്ര ജീവിയെ പോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അവരാണ് സംസാരിക്കുന്നത്, കുട്ടി സംസാരിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെന്ന് പറഞ്ഞാൽ കുട്ടി ഒറ്റയ്ക്ക് വരുന്നു, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അത് അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനറിയാം, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനറിയാം. ഇതാണ് ആ വ്യത്യാസം.
ഇപ്പോൾ ഈ മാരേജ് തന്നെ ഇപ്പം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആണും പെണ്ണും തമ്മിൽ ഉണ്ടാകുന്ന ഒരു മാരേജ്. അതിന് പുറമെ ഒരുപാട് മാരേജസ് ഇപ്പോൾ കേൾക്കാറുണ്ടല്ലോ, എന്തൊക്കെയാണ് മാരേജസ്? ആക്ച്വലി തുടക്കകാലങ്ങളിൽ തന്നെ മോണോഗമി ഉണ്ട്, പോളിഗമി ഉണ്ട്, പോളി ആൻഡ്രി ഉണ്ട്, പോളിഗണി ഉണ്ട്. ആക്ച്വലി സോളോഗമി എന്ന് പറഞ്ഞിട്ടൊരു മാരേജ് ഇപ്പൊ വന്നിട്ടുണ്ട്. മാരേജ് ഉണ്ടല്ലോ നമുക്ക്. സോളോഗമി എന്ന് പറഞ്ഞൊരു പദം തന്നെ ഇപ്പം ഉണ്ടായത്. അപ്പം ഈ ഇടയായിട്ട് ഒരു പെൺകുട്ടി, അതായത് മാരിങ് ബിക്കോസ് ലവിങ് യുവർ സെൽഫ്, അങ്ങനെ സ്വന്തമായിട്ട് സെൽഫ് മാരേജ് ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്രത്തോളം ഇതായിട്ടില്ലെങ്കിലും സോളോഗമി എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തിലൊരു മാരേജ് വന്നിട്ടുണ്ട്. അതായത് എന്തിനാണ് അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിന് വേറൊരു വീട്ടിൽ പോയി സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് ലവ് ചെയ്ത് സ്വന്തമായിട്ട് മാരേജ് എന്ന് പറഞ്ഞൊരു സെർമണി, സെൽഫ് ലവ്, അതായത് ആ കുട്ടിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബ്രൈഡ് ഗ്രൂമിൻ്റെ ആവശ്യമില്ല, സ്വന്തമായിട്ട് മാരേജ് ചെയ്തിട്ട് മാരേജ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം അതിനെ എൻജോയ് ചെയ്യണം. അതിനൊരു പുരുഷന്റെ ആവശ്യമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഒരു സോളോഗമി എന്ന് പറഞ്ഞൊരു മാരേജ് അവര് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, ആസ് കോമൺ. അത് കഴിഞ്ഞിട്ടാണ് പോളിഗമി എന്ന് പറഞ്ഞാൽ സ്പൗസ് ആണിനും പെണ്ണിനും രണ്ടുപേര് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ മാരേജ് ചെയ്യാന്നുള്ളത്. പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് എത്ര സ്ത്രീ വേണോ വിവാഹം കഴിക്കാം. പോളിഗണി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് എത്ര പുരുഷന്മാരെ വേണോ വിവാഹം കഴിക്കാം. ഇതൊക്കെയാണ് മാരേജസ് ഉള്ളത്. പക്ഷെ നമ്മളുടെ സിസ്റ്റമിലും നമ്മളുടെ കസ്റ്റമിലും മോണോഗമിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ ഡിവോഴ്സ് അതിനാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഹിമാചലിൽ തന്നെ ഇപ്പം ഒരു സ്ത്രീയെ 2 സഹോദരന്മാര് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. അത് അവരുടെ കസ്റ്റം അങ്ങനെയാണ്. അത് അവരുടെ കസ്റ്റം അനുസരിച്ച് അവർ കല്യാണം കഴിക്കുന്നു. അത് ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും ഓരോ കസ്റ്റമാണ്. നിയമവശാൽ മോണോഗമിയാണ് ഇവിടെ നമ്മളുടെ നാട്ടില് വാലിഡ് ആയിട്ടുള്ളത്.